ഉണ്ട്. ഇനിയും വന്ന് കാണണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഒന്നും രണ്ടും തവണയല്ല, നിരവധി തവണ കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിനയുണ്ട്. വിനയുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എക്സ്പെക്ട് ചെയ്യില്ല, കാര്യം സാധാരണ നോർമൽ വേസ് വെച്ച്. പക്ഷേ നമ്മളെ പടം, അതായത് നമ്മൾ സാധാരണ പറയുന്നത് ഒരു KGF അതേപോലുള്ള സിനിമകളാണ് പറയുന്നത്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റുന്ന പൃഥ്വിരാജ് സംഭവം തെളിയിച്ച്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു യഥാർത്ഥ ഫാനാണെന്ന് ഈ പടം കാണുമ്പോൾ തെളിയും. കാര്യം ലാലേട്ടനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പടത്തിൽ ലാലേട്ടൻ ഇറങ്ങുന്ന സീനൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരും. അതാണ് അവസ്ഥ. ലൂസിഫറെ കടത്തിയല്ല, അതിന്റെ മേളിലല്ലേ ഇപ്പൊ ലൂസിഫറെ കടത്തി വിട്ട് എമ്പുര ഇപ്പൊ ഇറങ്ങി. അടുത്ത് ഇതിങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഇപ്പൊ L3 എങ്ങനെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ആ ലെവലാണ് ഇരിക്കുന്നത്. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നില്ല. കാര്യം പടത്തിൽ ക്ലൈമാക്സിൽ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ പടം കാണുന്നവർക്ക് ഇനി അത് പറഞ്ഞാൽ ശരിയാവില്ല. കാര്യം അത് കാണേണ്ടതാണ്. കണ്ട് ആൾക്കാർ ഇനിയും കാണാറുണ്ടല്ലോ, ഇനിയും കോടിക്കണക്കിന് ആൾക്കാർ കാണാനില്ല. അപ്പൊ സസ്പെൻസ് അപ്പം കണ്ടോളും. 100% ഈ പറഞ്ഞ് നമ്മൾ ഈ എന്ത് ചെയ്താലും വിമർശിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ പറഞ്ഞ കാര്യമില്ല. പടത്തിന് എന്തുമാത്രം ഹൈപ്പ് തന്നെന്ന് ഈ പടം എന്തിനാണ് ഹൈപ്പ് കൊടുത്തതെന്ന് ഈ പടം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്? അതാണ് പറയില്ല, നമ്മളൊരു ഇന്റർനാഷണൽ സിനിമ കണ്ട ഒരു ലെവലിലാണ് നമ്മൾ പടം കണ്ടിറങ്ങിയത്. അതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ സ്പോയിലർ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഒരു ചെറിയ രീതിയിലെങ്കിലും പടത്തിൻ്റെ എന്തെങ്കിലും പുറത്തു പോയാൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഇത്തവണ ആരാധകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവസാനം വെച്ചിരിക്കുന്ന ആ ഒരു സസ്പെൻസ് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. വലിയ രീതിയിൽ ഈ സിനിമയിലെ പല സസ്പെൻസുകളെക്കുറിച്ചും പല ട്വിസ്റ്റുകളെക്കുറിച്ചും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. ആ പുറം തിരിഞ്ഞ് നിൽക്കുന്ന ഡ്രാഗൺ ഷർട്ട് ധരിച്ച ആൾ ആരാണ്, അതുപോലെ തന്നെ വില്ലനായി വരുന്നത് ടൊവിനോയാണോ, ഇത്തരത്തിൽ നിരവധി തിയറികൾ പലയിടത്തായി പാറി നടന്നിരുന്നു. ഇപ്പോൾ അതേ സസ്പെൻസ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യ ഷോയുടെ പ്രതികരണങ്ങളും. അത്രയും ഹൈപ്പാണ്, കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല പടമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല പടമാണ്. മോഹൻലാൽ എങ്ങനെയുണ്ട് ഈ സിനിമയിൽ? മോഹൻലാല് നെപ്പാണ്, നെപ്പ്. അതിനെക്കാട്ടിലും നമ്മളെ എല്ലാ ഒരാളെയും കാട്ടിലും ഏറ്റവും മണ്ടയിലാണ് നമ്മളെ മോഹൻലാൽ നിൽക്കുന്നത്. അത്രയ്ക്കും നെത്തായിട്ടാണ് മോഹൻലാൽ നിൽക്കുന്നത്. മാസമാണ്, സസ്പെൻസ് ആണ് അതിൻ്റെ അത് തോന്നുള്ള. ലാസ്റ്റ് ആരാണെന്ന് ഉള്ള ആ ഒരു രോമാഞ്ചമായിരുന്നു. ലാസ്റ്റ് എത്തുമ്പോഴാണ് ആ രോമാഞ്ചം. ഇതൊക്കെ അതാരാണ് എന്തായാലും നമുക്ക് പറയേണ്ടത്. കാരണം കുറെ കാണാതെ കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്ക് സസ്പെൻസ് ആയി തന്നെ ഇരുന്നോട്ടെ. L3 ആണ് ഇനി കാണേണ്ടത് സിനിമ. അത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആണ്. ചേട്ടാ എങ്ങനെയുണ്ട് പടം? അടിപൊളി, ഒരു രക്ഷയില്ല. അത് എന്താ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് വാക്കിൽ പറഞ്ഞൊതുക്കാൻ പറ്റാനില്ല. അത്രയ്ക്ക് വേണ്ടി ഒരു സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ ഒരു മൂവി കണ്ട്. ലാലേട്ടനെ കുറെ നാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവി അതിങ്ങനെ ആഘോഷമായതിൽ ഭയങ്കര സന്തോഷം. ഇനി കാണാൻ പോവോ ഈ സിനിമ? ഒന്നുകൂടി കാണാൻ? പിന്നെ ഫുൾ ഫാമിലിക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഫാമിലി പുത്രനാണ് സഹോദരി, എല്ലാവരും ഫുൾ ഫാമിലി ഇനി വരുന്നുണ്ട്. എല്ലാവരും എനിക്കൊരു 100 വട്ടം ഈ പടം ഇനി കാണണം, വീണ്ടും തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലെ മൈൻഡിലാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യ ഷോ കണ്ട് ഇറങ്ങിയിരിക്കുന്നത്. പൃഥ്വിരാജ് 100% നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൃഥ്വിരാജ് 100% നീതി പുലർത്തിയിട്ടുണ്ട്. അതിനപ്പുറം, അതായത് നമുക്ക് കറക്റ്റ് ചില സാധനങ്ങൾ ചിലരെ കൈ കിട്ടാൻ മാത്രമേ അതിന്റെ തിളക്കം നമുക്ക് അറിയാൻ പറ്റൂ. അതാണ് ലാലേട്ടൻ. ആ തിളക്കം പൃഥ്വിരാജ് നമുക്ക് കാണിച്ചു തന്ന്. ഇതിൽ പറഞ്ഞ വേറെ ഒന്നും പറയില്ല. എനിക്ക് മനസ്സ് നിറഞ്ഞ്, സത്യം പറഞ്ഞ കംപ്ലീറ്റ്. താങ്ക് യു. തീർച്ചയായും